ഹായ്, നമസ്കാരം. റോമിംഗ് വിത്ത് സായി. ഇന്ന് പ്രിയപ്പെട്ട പൊന്മുടിയിലാണ് ഞങ്ങൾ. ഞാനുണ്ട്, ചിപ്പിയുണ്ട്, ഇന്ദുണ്ട്. ഞങ്ങൾ പതുക്കെ രാവിലെ ബുള്ളറ്റും എടുത്ത് നേരെ അങ്ങിറങ്ങി. കുത്തനെയുള്ള പാറക്കെട്ടിൻ്റെ മുകളിൽ കൂടെ സാധാരണ റോഡ് വഴി പോവാം, എങ്കിലും ഇതുവഴി പോകുന്ന ഒരു അനുഭവം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചിപ്പി ഒന്ന് വീഴാൻ പോയിട്ടുണ്ട്, എങ്കിലും നടന്ന് ഞങ്ങൾ കയറി നേരെ പാറയുടെ മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്നാൽ പൊന്മുടിയുടെ ഒരുപാട് ഭാഗങ്ങൾ, പൊന്മുടി എന്ന് പറയുന്നത് ഒരു സ്ഥലമാണെങ്കിലും കുറേ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. അതങ്ങ് കിഴക്ക് ഭാഗത്ത് അഗസ്ത്യാർകൂടം വരെ കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഞാനത് വെറുതെ പറഞ്ഞതല്ല. അഗസ്ത്യാർകൂടം ആകാശമൊക്കെ തെളിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിപ്പി ഈ ഓടി വരുന്നതിൻ്റെ ആ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നാൽ ആകാശം നല്ല തെളിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ചിപ്പി അങ്ങനെ നേരെ ഓടി ഒന്ന് ഫ്രെയിമിലോട്ട് കയറുകയാണ്. നട്ടുച്ച നേരമാണ്. പൊന്മുടിയിലാണ് ഞങ്ങൾ. ഞാനുണ്ട്, ഇന്ദുണ്ട്, ചിപ്പിയുണ്ട്. വേനലാണ്, എസ്പെഷ്യലി മാർച്ച് മിഡിൽ. ഞങ്ങൾ ഇന്ന് ഈ പൊന്മുടിയിലോട്ട് വന്നതിലൊരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട്. അത് വേറൊന്നുമല്ല, വേനലായതുകൊണ്ട് പലപ്പോഴും പലരും ചൂട് കൊണ്ട് ഇങ്ങോട്ട് വരാറില്ല. എന്നാൽ പൊന്മുടിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള, അതായത് പച്ചപ്പുല്ലുകൾ വലിയ വെയിലടിച്ച് ഏറ്റവും സ്വർണ്ണ നിറത്തിലേക്ക് മാറുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഫെബ്രുവരിക്ക് ശേഷം മെയ് വരെയാണ്. വീണ്ടും ആ പച്ചപ്പിലേക്ക് ജൂണിലെ മഴയോടുകൂടി പോകുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ഉച്ച നേരത്ത് തന്നെ ഇവിടെ എത്തി ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, റോമിംഗ് വിത്ത് സായിയുടെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവർക്കും കാണാൻ വേണ്ടി. ആ കാണുന്ന മഞ്ഞ് മൂടിയ, നമുക്കിവിടെ വേനലാണെങ്കിലും അവിടെയൊക്കെ നല്ല മഞ്ഞ് മൂടി ഉയരം കൂടിയ സ്ഥലങ്ങളാണ്. അഗസ്ത്യാർകൂടം ഭാഗമൊക്കെയാണ് അവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത്. അതെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ കുറച്ച് ഉള്ളിലേക്ക് നടക്കുകയാണ്. പൊന്മുടിയുടെ ആഹാരമൊക്കെ വാങ്ങി സംഭരിച്ചിട്ടുണ്ട്. ഒരു തണൽ കിട്ടുന്നൊരു സ്ഥലം നോക്കി ഞങ്ങളിരുന്ന് ആഹാരം കഴിക്കാനും പ്ലാൻ ഇടുന്നുണ്ട്. ചിപ്പിയും ഇന്ദുവും കൂടെ അങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. പൊന്മുടിയുടെ കുറച്ച് ചരിത്രം കൂടെ നമുക്ക് പരിശോധിക്കാം. പേര് വന്നതിനെക്കുറിച്ച് രണ്ട് തരം അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതിലൊന്ന്, സ്വർണ്ണ നിറത്തിലുള്ള പുല്ലുകൾ വളർന്ന് നിൽക്കുന്നത് കൊണ്ട് സായിപ്പ് ബ്രിട്ടീഷുകാരിട്ടിരുന്ന പേരാണ്. വേനൽക്കാലത്ത് സ്വർണ്ണ നിറത്തിലുള്ള പുല്ലുകൾ ഇതിനൊരു സ്വർണ്ണ മല തന്നെ ആയിട്ടാണ് അവരത് കണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മല എന്ന് ഒരു വിശ്വാസം കൂടി കാണിക്കാരായ ആദിവാസികൾക്ക് ഉണ്ട് എന്ന് നമുക്ക് വായനയിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ പലതരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾക്ക് ഈ പൊന്മുടി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അഗസ്ത്യാർകൂടത്തിലേക്ക് മുൻകാലങ്ങളിൽ നടത്തിയ യാത്രകളിൽ പൊന്മുടി വഴി യാത്ര ചെയ്ത് പോയിരുന്ന ആൾക്കാരുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. പൊന്മുടി ഏകദേശം 1100 മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1100 ഉയരത്തോളമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം 61 കിലോമീറ്റർ അകലെയാണ് പൊന്മുടി. അറബിക്കടലിൽ നിന്ന് സമാന്തരമായി തന്നെ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ, സഹ്യപർവ്വത മലനിരകളുടെ ഭാഗമാണ് പൊന്മുടി. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു മലയൊന്നുമല്ല, ഒട്ടേറെ മലകൾ ഇതിങ്ങനെ നീണ്ട് നിവർന്ന് തമിഴ്നാട്ടിലെ അങ്ങ് അരുൾവായ് മൊഴിയോളം വരെ നീണ്ടു കിടക്കുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ തുടർച്ച, ആ തുടർച്ചയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പൊന്മുടി. ഇവിടെ ബ്രിട്ടീഷുകാർ തേയിലയും മറ്റും നട്ടു വളർത്തി അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ആദായം അവർ നേടുകയും ചെയ്തു. ഈ പൊന്മുടിയിലോട്ട് വരുന്നതിനിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കല്ലാർ, അതുപോലെ തന്നെ പേപ്പാറ ഡാം, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഈ വരുന്ന വഴിയിൽ തന്നെ ആയതുകൊണ്ട് ഒരു ദിവസം നമ്മൾ നേരത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കവർ ചെയ്ത് നമുക്ക് പൊന്മുടിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. വളരെ സാധാരണമായിട്ടുള്ള ഫീസും ചാർജസും ഒക്കെയാണ് വാഹനത്തിനും
ആൾക്കാർക്കുമൊക്കെ പൊന്മുടിയിൽ ചാർജ് ചെയ്യുന്നത്. അത് ഓൺലൈനായിട്ടാണ്, അല്ലെങ്കിൽ ജി പേ വഴിയാണ് ഇപ്പോൾ മാത്രമായിട്ട്, ജി പേ വഴി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾക്ക് വരുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ പറയുന്നു. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരവും വിമാനത്താവളവും തിരുവനന്തപുരം തന്നെയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ചിപ്പി എന്തിനുണ്ട് കഴിക്കാൻ? ദോശയുണ്ട്, ബീഫുണ്ട്, കിഴങ്ങുണ്ട്, സാമ്പാറുണ്ട്, മുട്ടയുണ്ട്, ജാമ്പയ്ക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ പൊന്മുടിയിൽ ഒരു ഹൗസിൽ വെച്ചാണ്. ഇതിനെന്തൊരു ഹൗസ് എന്ന് പറയും ഇവിടെ? ഹട്ട്. അങ്ങനെ പൊന്മുടിയിലെ ഹട്ടിലിരുന്നാണ് ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലെ താഴത്തെ 2 കടകളിൽ നിന്നായിട്ട് വാങ്ങിച്ച 2 ഭക്ഷണ പൊതികൾ ചേർത്ത്, അതായത് ദോശയും സാമ്പാറിൻ്റെയും ഒരു കെട്ടും, അതിനോടൊപ്പം മരച്ചീനിയും ബീഫും ചേർന്ന മറ്റൊരു കെട്ടും, ഓംലെറ്റ് ദോശക്കടയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി കഴിച്ച് ഞങ്ങൾ പതുക്കെ വീണ്ടും പൊന്മുടിയിലെ മറ്റൊരു കുത്തനെയുള്ള പാറയിലേക്ക് കയറി തുടങ്ങി. ഈ കയറ്റം നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കയറ്റമാണ്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശം നല്ല ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ ഒരു നല്ല കാഴ്ച കാണാനായിട്ട് പറ്റും. ദൂരെയാണ്, വളരെ ദൂരെയാണ്, കുറച്ച് സൂം ചെയ്യുന്ന പരിധിയുണ്ട് എങ്കിൽ പോലും നമുക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റുന്ന അത്ര ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ മുകളിലേക്കൊരു നടന്നു കയറുന്നത്. പരിസ്ഥിതിപരമായിട്ടും പൊന്മുടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നൊരു സ്ഥലമാണ്. പൊന്മുടിയിൽ ഏകദേശം 283 തരം പക്ഷികൾ ഉണ്ട്. അതിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികൾ വരെയാണ്. വിഷമത്തോടു കൂടി അത് പറയേണ്ടതാണ്. അങ്ങനെ അത്തരം ജൈവ വൈവിധ്യം കൊണ്ടും പൊന്മുടി വളരെയേറെ പ്രസക്തമാണ്. അതിനെക്കുറിച്ച് നമ്മളാരും വലുതായിട്ട് സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഭൂപ്രകൃതി എന്ന് പറയുന്നതും ചെറിയ ചെറിയ കുറ്റിക്കാടുകളും മലനിരകളും ഒക്കെ നിറഞ്ഞ, അതിനോടൊപ്പം തേയില വളരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഇതും കൂടെയാണ്, സ്ഥലം കൂടെയാണ് പൊന്മുടി. ചിപ്പി നേരെയാണ് പോകുന്നതിൻ്റെ അവിടെ ഏറ്റവും ഉയരമുള്ളതായി അങ്ങ് ദൂരെ കാണുന്നതാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പ്. ആകാശം കുറേയേറെ ക്ലിയറാണ്. സൂം ചെയ്ത് നോക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും സൂം ചെയ്ത് നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിപ്പി അതിനിടയിൽ കുറച്ച് പൂക്കളെയൊക്കെ ചെന്ന് തൊട്ട് നോക്കി. വയലറ്റ് കളറിലുള്ള പൂക്കളാണ്. അങ്ങനെ അതൊക്കെ നോക്കി അതിൽ മുള്ളുകളുണ്ടോ എന്നുള്ളൊരു സംശയം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ വിഷ്വൽസ് ഞാൻ എടുക്കാനായിട്ട് ഉപയോഗിച്ചത് ഓസ്മോ DJI, അതിൻ്റെ പോക്കറ്റ് 3 എന്ന് പറയുന്നൊരു മോഡലാണ്. അതിൻ്റെ സൂമിങ്ങും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഒരു വിഷ്വലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അഗസ്ത്യാർകൂടത്തിനെ കാണാൻ പറ്റും. ഞാൻ അവിടത്തേക്ക് സൂം ചെയ്യുകയാണ്. ആ ഏറ്റവും മുകളിൽ ഒരു ചെറിയ നിഴൽ പോലെ കാണുന്ന ഒരു പോയിൻ്റാണ് അഗസ്ത്യാർകൂടം. പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതിന് ചുറ്റുമായിട്ട് കുറച്ച് ചെറിയ ചെറിയ മലനിരകളിലൂടെ കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ അഗസ്ത്യാർകൂടത്തിന് തിരിച്ചറിയുന്നതും അങ്ങനെയാണ്. ഒരു മെയിൻ മലയും പ്രധാനപ്പെട്ടൊരു മലയും അതിനോടൊപ്പം അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ മലനിരകൾ, അത് വെച്ചാണ് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തു നിന്നും അഗസ്ത്യാർകൂടം കാണാൻ കഴിയുമെന്ന് എന്നോട് സ്ഥിരം അഗസ്ത്യാർകൂടം യാത്രക്കാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആക്കുളത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും. ആക്കുളം പാലത്തിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അഗസ്ത്യാർകൂടത്തിനെ കാണാൻ കഴിയും. ഇതിനിടയിലൂടെ ചിപ്പിയും ഇന്ദുവും കൂടെ പതിയെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ചിപ്പി ഫോട്ടോ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഹായ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം പൊന്മുടി കയറി. നട്ടുച്ചയാണ്, നല്ല വെയിലുണ്ട്, എങ്കിൽ പോലും വളരെ സമാധാനപരമായിട്ട് സന്തോഷകരമായിട്ട് നേരത്തെ വാങ്ങിച്ച ഫുഡും ആഹാരത്തിൻ്റെ എല്ലാമൊക്കെ കഴിച്ച് അവിടെ ഒരു ഹട്ടിലിരുന്ന ആഹാരമൊക്കെ കഴിച്ച് സ്വസ്ഥമായി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഈ മലയൊക്കെ കയറി. ഇവിടെ നിന്ന് ദൈവഭാഗ്യത്തിൽ അഗസ്ത്യാർകൂടം വരെ കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവർക്ക് എല്ലാ രീതിയിലും ബൈക്കിലാണെങ്കിലും അതുപോലെ തന്നെ ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ
ഒരു ദിവസം രാവിലെ കൊണ്ടുപോയി കണ്ട് വരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തിലെ പൊന്മുടി. വളരെ മനോഹരമായ ഒരു എന്താണ് പറയുക, ഒരു മലനിരകളാൽ നിറഞ്ഞ ഒരു സ്ഥലം. അത് പറഞ്ഞ് അറിയിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്താണ് അതിൻ്റെ ഭംഗി എന്നുള്ളത്. പരമാവധി വീഡിയോയിൽ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ റോമിംഗ് സായി എന്ന ചാനലിലൂടെ കാണിക്കാനായിട്ടൊരു ശ്രമം നടത്തുകയാണ്. ചരിത്രമുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. ഒരുപാട് ബ്രിട്ടീഷുകാർ അവർ ഇവിടെ ചെയ്ത തേയിലത്തോട്ടങ്ങളെ നിർമ്മാണവും അവിടെ നിന്ന് തേയില പ്രൊഡക്ഷനും മെർക്കൻറ്റൈൽ എന്ന് പറയുന്നൊരു ഫാക്ടറി അവരിപ്പോഴും ഉണ്ട്. അവരുടെ തേയിലകൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ അത്തരത്തിൽ അവർക്കൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. കാര്യം ചൂടുകാലത്ത് അവർക്കൊരു വിശ്രമ കേന്ദ്രം എന്നുള്ള രീതിയിലും ഒക്കെ. കാര്യം തണുപ്പ് അന്നേ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഉയരവും തണുപ്പും ഒക്കെ കൂടിയൊരു സ്ഥലം. അതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും നമുക്ക് വ്യൂ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു പോലീസിൻ്റെ ഒരു വയർലെസ് ട്രാൻസ്മിറ്ററിൻ്റെ സ്റ്റേഷൻ കാണാൻ പറ്റും. അവിടത്തേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ ആ വണ്ടിയൊക്കെ ആവശ്യത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇപ്പോൾ പൊന്മുടിയിലുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടി വന്നാലും എത്ര ആൾക്കാർ വന്നാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇന്ന് പൊന്മുടിയിലുണ്ട്. അപ്പം നല്ല വെയിലുണ്ട്. നിങ്ങൾ വരിക, കാണുക. പൊന്മുടി നമുക്ക് ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു. അപ്പം സൈനിങ് ഓഫ് വിത്ത് സായി, റോമിംഗ് വിത്ത് സായി. എൻ്റെ ചിപ്പി, എൻ്റെ ഇന്ദു. ഓക്കെ, ബൈ. സമയം 2 മണി 2:30 ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ്. ചിപ്പിത ജാക്കറ്റൊക്കെ എടുത്ത് തലവഴിയായിട്ട് വെയിലിനെ പ്രതിരോധിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. വേനലായതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും ഉള്ളതുപോലുള്ള തിരക്കുകൾ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം സാധാരണ ഒരുപാട് തിരക്കുണ്ടാവുന്നതാണെങ്കിലും അത്തരം തിരക്കുകൾ അത്രയ്ക്കും തിരക്കില്ല. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പൊന്മുടി ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ കാലം മുമ്പ് പോയി തുടങ്ങിയൊരു സ്ഥലമാണ്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സമര ദിവസങ്ങളുണ്ടെങ്കിൽ, അവധി ഉണ്ടെങ്കിൽ ഞങ്ങൾ പതുക്കെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ബൈക്കിൽ നേരെ പോകുമായിരുന്നു. പിന്നെ ഞാനൊരു ബൈക്ക് വാങ്ങിച്ചപ്പോൾ സ്വയം ഞങ്ങൾ തന്നെ ഞാനും അനിയന്മാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ ഇന്ദു കല്യാണം കഴിച്ചപ്പോൾ ഇന്ദുവിനോടൊപ്പം ഞങ്ങൾ ഒരുമിച്ച് യാത്ര നടത്തി. ഇപ്പോൾ ദാ ചിപ്പി വന്നിട്ടുണ്ട്. ചിപ്പിയെയും കൊണ്ട് യാത്ര നടത്തുന്നു. പൊന്മുടിയിലേക്ക് എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. കാര്യം അടുത്തായതുകൊണ്ട് നമുക്ക് പോയി വരാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടും പെട്ടെന്ന് പോയി വരാം. തിരുവനന്തപുരം ജില്ലക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ പൊന്മുടി. ബസ് സർവീസ് കൃത്യമായ ഇടവേളകളിൽ ബസ് സർവീസുണ്ട്. നെടുമങ്ങാട് ഭാഗത്തു നിന്നാണെങ്കിലും വിതുര ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും ഒക്കെ ബസ് സർവീസുണ്ട്. അതിൻ്റെ സമയക്രമങ്ങളെല്ലാം ഇവിടെ പൊന്മുടിയിൽ മുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായി കുടുംബത്തിനോടൊപ്പം മുഴുവൻ ഇവിടെ ചിലവഴിച്ച് വരുന്ന വഴിയിൽ ഒരുപാട് ചെറിയ കടകളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പം അത്തരക്കാരെയും സഹായിക്കുക. നമ്മളത് കഴിയുന്ന രീതിയിലുള്ള ആഹാരമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് അവർക്ക് ഒരു കച്ചവടമൊക്കെ കൊടുത്ത് അവരെയും കൂടെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പം അതെല്ലാം ചെയ്ത് പൊന്മുടിയിലേക്ക് വരിക, ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുക, കാഴ്ചകൾ കാണാം, ഈ ഓർമ്മകളുമായിട്ട് തിരിച്ച് മുന്നോട്ട് പോകാം. ഓരോ യാത്രയും നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ്. ആ യാത്ര എപ്പോഴും നല്ല നല്ല ഓർമ്മകൾ ജീവിതത്തിൽ നൽകട്ടെ. നിങ്ങൾക്കും അത്ര നല്ല ഓർമ്മകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. റോമിംഗ് വിത്ത് സായി. താങ്ക്സ് ഫോർ വാച്ചിങ്.